എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വരുന്ന സെക്രട്ടേറിയറ്റ് OE അതുപോലെ ഡിഗ്രി പ്രിലിംസ് എക്സാമുകൾക്ക് ഷുവറായിട്ടും അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ്. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ബുക്കർ സമ്മാനം. ബുക്കർ പ്രൈസ് 2024 ലഭിച്ച വ്യക്തിയാണ് സാമന്ത ഹാർവി. കൃതി ഏതാണ്? ഓർബിറ്റൽ. അതായത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ 6 യാത്രികരുടെ കഥയാണ് ഓർബിറ്റൽ. അതുപോലെ ഈ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും ചെറിയ രണ്ടാമത്തെ നോവലും കൂടിയാണ് ഇത് ഓർബിറ്റൽ. സാമന്ത ഹാർവിയുടെ ആദ്യ നോവലാണ് ഇത് ദി വൈൽഡർനെസ്. ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ബുക്കർ സമ്മാനമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നോക്കാം. ഓരോ വർഷവും ഇംഗ്ലീഷിൽ എഴുതി UK-യിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ച നോവലുകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ബുക്കർ സമ്മാനം. ഇത് ആരംഭിച്ചത് 1969 ആദ്യ ജേതാവാണ് PH ന്യൂബി. ഏത് കൃതിക്കാണ്? സംതിങ് ടു ആൻസർ ഫോർ. 1969 PH ന്യൂബി സംതിങ് ടു ആൻസർ ഫോർ. 2023 ഈ പുരസ്കാരം ലഭിച്ചതായിരിക്കാണ് പോൾ ലിഞ്ചാണ്. കൃതി ഏതാണ്? പ്രോഫറ്റ് സോങ് അല്ലെങ്കിൽ പ്രവാചക ഗാനം. 2022 ഈ പുരസ്കാരം ലഭിച്ചത് ഷഹാൻ കരുണ തിലക. കൃതി ഏതാണ്? ദി 7 മൂൺസ് ഓഫ് മാലി അൽമേഡ. മാലി അൽമേഡയുടെ 7 ഉപഗ്രഹങ്ങൾ. 2024 നമ്മൾ ഓൾറെഡി പറഞ്ഞു സാമന്ത ഹാർവി, 2023 പോൾ ലിഞ്ചാണ്, 2022 ഷഹാൻ കരുണ തിലകയാണ്. നെക്സ്റ്റ് ബുക്കർ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാർ ആരൊക്കെയാന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ട് ബുക്കർ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ VS നെയ്പോൾ ആണ്. ഇൻ എ ഫ്രീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കൃതിക്കാണ്. 1971 അതിനുശേഷം സൽമാൻ റുഷ്ദി മിഡ് നൈറ്റ് ചിൽഡ്രൻ 1981. അതിനുശേഷം അരുന്ധതി റോയ് അല്ലെ ബുക്കർ സമ്മാനം നേടിയ മലയാളിയാണ്, ഏക മലയാളിയാണ്. ആര്? അരുന്ധതി റോയ് എന്ന് പറഞ്ഞാൽ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. കൃതി ഏതാണ്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ തമ്പുരാൻ എന്ന് പറയും അല്ലെ മലയാളത്തിൽ. ഏത് വർഷമാണ്? 1997. ആ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1997 1997 കിട്ടിയത്. നെക്സ്റ്റ് അതേപോലെ ഈ അരുന്ധതി റോയിൻ്റെ ഈ ഗോഡ് ഓഫ് ഓൾ സ്മോൾ തിങ്സ് പഠിക്കുക. അതിലെ പശ്ചാത്തല ഗ്രാമം ഏതാണ്? ഐമനം ഗ്രാമമാണ്. മീനച്ചിലാറിൻ്റെ ജില്ലത്തിലുള്ള ഐമനം ഗ്രാമമാണ് അല്ലേ. കോട്ടയം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഇത് മീനച്ചിലാർ. ആ മീനച്ചിലാറിൻ്റെ ജില്ലത്തിലുള്ള ഐമനം ഗ്രാമമാണ് ഈ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയുടെ പശ്ചാത്തലം. പക്ഷേ നമ്മളോട് PSC ചോദിക്കുകയാണ് മീനച്ചിലാറിൻ്റെ തീരത്ത് എന്ന് പറഞ്ഞ കൃതി എഴുതാരാണ്? അത് പാലാ KM മാത്യുവാണ്. അത് അരുന്ധതി റോയി അല്ല. അതാരാണ്? പാലാ KM മാത്യുവാണ്. നെക്സ്റ്റ് കിട്ടിയത് കിരൺ ദേശായി ആണ്. ആരാണ്? കിരൺ ദേശായി. ഏത് കൃതിക്കാണ്? ദി ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. ഏത് വർഷമാണ്? 2006. കിരൺ ദേശായി ദി ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് 2006. നെക്സ്റ്റ് അവസാനം കിട്ടിയതായിരിക്കാണ് അരവിന്ദ് അഡിഗ. ആരാണ്? അരവിന്ദ് അഡിഗ. ഇമ്പോർട്ടൻ്റ് ആണ്. ദി വൈറ്റ് ടൈഗർ എന്താണ്? ദി വെള്ളക്കടുവ അല്ലെങ്കിൽ ദി വൈറ്റ് ടൈഗർ 2008. ഏത് വർഷമാണ്? 2008. നെക്സ്റ്റ് പുരസ്കാരം നോക്കാം. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ്. എന്താണ്? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് അല്ലേ. അപ്പം ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും തമ്മിൽ വ്യത്യാസം എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. നേരത്തത് ഇംഗ്ലീഷിൽ രചിച്ചിട്ട് അതാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് UK-യിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ച കൃതികൾക്കാണ് എന്ത് കൊടുക്കുക? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കൊടുക്കുക. ഓക്കെ, അതൊന്ന് കൊടുത്തിട്ട് വിവർത്തനം ആവാം. ഓക്കെ, ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത കൃതികൾക്കാണ് വരുന്നത് അല്ലേ. അപ്പം എന്താണ് 2024 ഈ പുരസ്കാരം ലഭിച്ചതായിരിക്കാണ് ജെന്നി എർപ്പൻബെഗ് ആണ്. ആരാണ്? ജെന്നി എർപ്പൻബെഗ് ആണ്. ജർമ്മനിയാണ് അല്ലെ. ഈ കൃതി ഏതാണ്? കൈറോസ്. വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആര്? മൈക്കൽ ഹോഫ്മാൻ. ആരാണ്? മൈക്കൽ ഹോഫ്മാൻ. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് UK-യിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ച മികച്ച ഫിക്ഷൻ കൃതിക്കാണ് ഈ പറഞ്ഞ പുരസ്കാരം നൽകുന്നത്. ഇത് ആരംഭിച്ചത് എപ്പോഴാണ്? 2005. ആദ്യ ജേതാവാണ് ആര്? ഇസ്മായിൽ കാദാര. എന്താണ്? ഇസ്മായിൽ കാദാരെ. ഓർത്തിരിക്കുക. 2023 ഈ പുരസ്കാരം ലഭിച്ചത് ജോർജി ഗോസ്പൊഡിനോവിനാണ്. ആരാണ്? ജോർജി ഗോസ്പൊഡിനോവിനാണ്. ഏതാ രാജ്യം? ബൾഗേറിയാണ്. കൃതി ഏതാണ്? ടൈം ഷെൽട്ടർ. വിവർത്തനം ചെയ്തത് ആരാണ്? ആഞ്ചല റോഡൽ. 2022 പുരസ്കാരം ലഭിച്ചത് ഇന്ത്യക്കാരിയായിട്ടുള്ള ആരാണ്? ഗീതാഞ്ജലി ശ്രീക്കാണ്. ഓർത്തിരിക്കുക. ആരാണ്? ഗീതാഞ്ജലി ശ്രീ. കൃതി ഒന്ന് ഓർത്തിരിക്കുക. റേത്ത് സമാധി. ഏതാണ്? റേത്ത് സമാധി. വിവർത്തനം ചെയ്തത് ആരാണ്? ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഡെയ്സി റോക്ക്വെൽ ആണ്. ആരാണ്? ഡെയ്സി റോക്ക്വെൽ.
നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളും നോക്കാം. ഇത് PSC എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ദിനങ്ങളും അതിൻ്റെ പ്രമേയങ്ങളാണ്. ഇതൊരു എക്സാമിന് പോകുമ്പോൾ നമ്മൾ നോക്കാണ്ട് പോകരുത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലോക പരിസ്ഥിതി ദിനം, വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ അല്ലേ, ജൂൺ 5 എപ്പോഴാണ്? ജൂൺ 5. അതുപോലെ തന്നെ എന്താണ് 2024 പ്രമേയമാണ് എന്തെന്ന് പറഞ്ഞാൽ അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ ആൻഡ് റീസ്റ്റോറേഷൻ, ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റിലയൻസ് അല്ലേ. അതായത് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി, ഭൂമി പുനഃസ്ഥാപിക്കാൻ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. അതേപോലെ 2024 ഈ പറഞ്ഞ ലോക പരിസ്ഥിതിന് ഹോസ്റ്റ് ആയിരുന്ന രാജ്യം അല്ലെങ്കിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? സൗദി അറേബ്യ ആയിരുന്നു അല്ലേ. 2023 പ്രമേയം എന്താണ്? സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങളാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതിന് കാരണം UNEP യുണൈറ്റഡ് നേഷൻ, അതായത് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം, അതായത് UN ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു അനുബന്ധ സംഘടനയാണ് UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. അത് നിലവിൽ വന്നത് 1972 ജൂൺ 5 അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് 1973 മുതൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. അതുപോലെ തന്നെ UNEPൻ്റെ ആസ്ഥാനം ഒന്ന് ഓർത്തിരിക്കുക. അത് നെയ്റോബിയാണ്, കെനിയാണ്, ആഫ്രിക്കയാണ്. അതൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. നെക്സ്റ്റ് ആണ് ഇത് ലോക ആരോഗ്യ ദിനം. ഇമ്പോർട്ടൻ്റ് ആണ്. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം എന്ന് നമുക്കറിയാം. അപ്പോൾ 2025 പ്രമേയം എന്താണ്? ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്, അതായത് ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ. 2024 പ്രമേയം എന്തായിരുന്നു? ഓൾറെഡി ചോദിച്ചേക്കാണ് ഇതൊക്കെ എക്സാമിൽ അല്ലേ. മൈ ഹെൽത്ത് മൈ റൈറ്റ്, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2023 എന്തായിരുന്നു? ഹെൽത്ത് ഫോർ ഓൾ, എല്ലാവർക്കും ആരോഗ്യം. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രമേയങ്ങൾ. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ചോദിച്ചാൽ 1948 ഏപ്രിൽ 7 WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് അല്ലേ. പിന്നെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. ലോകാരോഗ്യ സംഘടനയുടെ നിലവിലെ ഡയറക്ടറാണ് ടെഡ്രോസ് അദനോം ഗബ്രിയേസസ്. ഓർത്തിരിക്കുക. നെക്സ്റ്റ് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. നെക്സ്റ്റ് ഏതാണ്? അന്താരാഷ്ട്ര വനിതാ ദിനം. എപ്പോഴാണ്? മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. അപ്പോൾ ഓർത്തിരിക്കുക, ദേശീയ വനിതാ ദിനം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ഫെബ്രുവരി 13. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8 മാറരുത്. ദേശീയ വനിതാ ദിനം ചോദിച്ചാൽ എപ്പോഴെഴുതാ? ഫെബ്രുവരി 13 എഴുതാ. സരോജിനി നായിഡു, അതായത് ഫെബ്രുവരി 13 സരോജിനി നായിഡുടെ ജന്മദിനമാണ്. അതുകൊണ്ടാണ് അന്ന് ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്, ഫെബ്രുവരി 13. അപ്പോൾ വനിതാ ദിനം ചോദിച്ചാൽ ചാടിക്കേറി മാർച്ച് 8 എഴുതരുത്. അന്താരാഷ്ട്ര വനിതാ ദിനം ചോദിച്ചാൽ മാത്രം എന്ത് ചെയ്യുക? മാർച്ച് 8 എഴുതുക. അപ്പോൾ 2025 പ്രമേയം എന്താണ്? ആക്സിലറേറ്റ് ആക്ഷൻ, പ്രവർത്തനം എന്ത് ചെയ്യുക? ത്വരിതപ്പെടുത്തുക. 2024 പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ്, സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. 2023 എന്തായിരുന്നു? ഡിജിറ്റൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഈക്വാലിറ്റി, അതായത് ഡിജിറ്റൽ നവീനതയും സാങ്കേതികതയും ലിംഗസമത്വത്തിന്. ഓർത്തിരിക്കുക, അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ബന്ധപ്പെട്ട ഈ ഫാക്ടേഴ്സ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ലോക, അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, ലോക തണ്ണീർത്തട ദിനമാണ്. ലോക തണ്ണീർത്തട ദിനം എപ്പോഴാണ്? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 അതായത് 1971 ഫെബ്രുവരി 2 ഈ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയായിട്ടുള്ള റംസാർ ഉടമ്പടി അല്ലെ, റംസാർ ഉടമ്പടിയിൽ എന്ത് ചെയ്തു? ഒപ്പുവെച്ചത്. അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്, വേൾഡ് വെറ്റ് ലാൻഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2025 പ്രമേയം എന്താണ്? പ്രൊട്ടക്റ്റിംഗ് വെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ, നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. 2024 പ്രമേയം എന്താണ്? വെറ്റ് ലാൻഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ്, തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. 2023 പ്രമേയമായിരുന്നു എന്ത്? വെറ്റ് ലാൻഡ് റീസ്റ്റോറേഷൻ. ഏതായിരുന്നു? വെറ്റ് ലാൻഡ് റീസ്റ്റോറേഷൻ, വെറ്റ് ലാൻഡ് റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ തണ്ണീർത്തട പുനഃസ്ഥാപനം. അടുത്തിടെയാണ് ലോക ക്യാൻസർ ദിനം. ലോക ക്യാൻസർ ദിനം അതായത് ഫെബ്രുവരി 4 2025 to 27 വരെ അതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യുണൈറ്റഡ് ബൈ യുണീക്ക്, അതുല്യമായതുകൊണ്ട് ഏകീകരിക്കുക അല്ലേ. അതുപോലെ തന്നെ 2024 എന്തായിരുന്നു? ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ, 2022-24 എന്താണ്? ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്തിരിക്കുക. ബാക്കിയുള്ള ദിനങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ഷോട്ട്, അത് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഏതാണ്? പ്രമേയങ്ങളാണ്. ഇത് നന്നായിട്ട് പഠിച്ചിട്ട് വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കിയതാണ് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇത് സ്വരാജ് ട്രോഫി അല്ലെ. PSC എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ് ഇത് സ്വരാജ് ട്രോഫി അല്ലെ. സ്വരാജ് ട്രോഫി എപ്പോഴാണ്?
സ്വരാജ് ട്രോഫി 2023-24 പുരസ്കാരമാണ് നമ്മളിവിടെ പറയാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2023-24 പുരസ്കാരമാണ് വരിക. അതിൽ ഇത് സ്വരാജ് ട്രോഫി നൽകുന്നത് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ്. ഇത് സ്വരാജ് ട്രോഫി എന്നല്ല, കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്. അതിൻ്റെ ഒന്നാം സ്ഥാനത്തുള്ള സമ്മാനത്തുക 50 ലക്ഷം രൂപയും, രണ്ടാം സ്ഥാനമാണെങ്കിൽ 40 ലക്ഷം രൂപയും, മൂന്നാം സ്ഥാനത്തേക്ക് 30 ലക്ഷം രൂപയായിരിക്കും സമ്മാനത്തുക വരിക. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അങ്ങനെ ഓരോ കോർപ്പറേഷൻ തലത്തിൽ നൽകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാന തലത്തിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് വെളിയന്നൂർ പഞ്ചായത്താണ്. കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ പഞ്ചായത്താണ്. രണ്ടാം സ്ഥാനത്ത് ഉഴമലയ്ക്കൽ പഞ്ചായത്ത് തിരുവനന്തപുരത്താണ്. മൂന്നാമത്തെ തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്താണ്. അപ്പോൾ വെളിയന്നൂർ, ഉഴമലയ്ക്കൽ, മറ്റത്തൂർ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഒന്നാം സ്ഥാനം ആയിരിക്കാണ് പെരുമ്പടപ്പാണ്. പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലാണ്. രണ്ടാം സ്ഥാനം കൊടകര തൃശ്ശൂർ ജില്ലയിലാണ്. മൂന്നാം സ്ഥാനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണ്, കാസർഗോഡ് ജില്ലയിലെ. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് മുനിസിപ്പാലിറ്റി തലത്തിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരിയാണ്. രണ്ടും തൃശ്ശൂരാണ്. മൂന്നാം സ്ഥാനം ആന്തൂർ കണ്ണൂർ. നെക്സ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ. നമുക്കറിയാം ആകെ ഒരു 6 കോർപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നാം സ്ഥാനം മാത്രമാണ് നൽകുന്നത്. അതാണ് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ജില്ലാ പഞ്ചായത്ത് തലത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ ജില്ലാ പഞ്ചായത്താണ് കൊല്ലമാണ്. രണ്ടാമതാണ് തിരുവനന്തപുരം. 1 കൊല്ലം, 2 തിരുവനന്തപുരമാണ്. അതൊന്ന് നെക്സ്റ്റ് ലോറൻസ് കായിക പുരസ്കാരം 2025 അല്ലേ. 2024 പെർഫോമൻസിൽ പുരസ്കാരമാണ് 2025 ഈ ഇടയ്ക്ക് നൽകിയത്. അപ്പോൾ സ്പോർട്സ് മെൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് അർമാൻഡ് ഗുസ്താവ് ഡുപ്ലന്റിസ് ആണ്. ആരാണ്? അർമാൻഡ് ഗുസ്താവ് ഡുപ്ലന്റിസ്. ആരാണ് അദ്ദേഹം? എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒളിമ്പിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ആ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാകും. പോൾ വാൾട്ട് താരമാണ്. പോൾ വാൾട്ടിൽ വേൾഡ് റെക്കോർഡ് അല്ലെങ്കിൽ ഒളിമ്പിക് റെക്കോർഡ് കാരവയിലാണ് അർമാൻഡ് ഗുസ്താവ് ഡുപ്ലന്റിസ് ആണ്. അദ്ദേഹം ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം സ്വീഡന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മത്സരിക്കുന്നത്. അദ്ദേഹം ശരിക്കും അമേരിക്കൻ സ്വീഡിഷ് താരമാണ്. പക്ഷെ അദ്ദേഹം ഒളിമ്പിക്സിലേക്ക് മത്സരിച്ച് ചെയ്ത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. സ്വീഡനാണ്. പോൾ വാട്ടാണ് ഓർത്തിരിക്കുക. അടുത്തത് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് സിമോൺ ബെയിൽസ് ആണ്. ആരാണ്? അമേരിക്കൻ ജിംനാസ്റ്റിക് താരമായിട്ടുള്ള ആരാണ്? സിമോൺ ബെയിൽസ് ആണ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ടോം പിഡ്കോക്ക്. ആരാണ്? ടോം പിഡ്കോക്ക്. അദ്ദേഹം ആരാണ്? ബ്രിട്ടീഷ് സൈക്ലിസ്റ്റ് ആണ്. സൈക്ലിംഗ് താരമാണ്. ബ്രിട്ടന്റെ സൈക്ലിംഗ് താരമാണ്. ആരെന്ന് പറഞ്ഞാൽ ടോം പിഡ്കോക്ക്. നെക്സ്റ്റ് വേൾഡ് ടീം ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് റയൽ മാഡ്രിഡ് ആണ്. ഏതാണ്? റയൽ മാഡ്രിഡ് ആണ്. അതായത് ഫുട്ബോൾ ക്ലബ്ബാണ് ഇത്, റയൽ മാഡ്രിഡ്. അതുപോലെ കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് റബേക്ക ആൻഡ്രേഡ്. ആരാണ്? റബേക്ക ആൻഡ്രേഡ് ആണ്. എന്താണ്? റബേക്ക ആൻഡ്രേഡ് ആണ്. ആരാണ് റബേക്ക ആൻഡ്രേഡ് എന്ന് വെച്ചാൽ ജിംനാസ്റ്റിക് താരമാണ്. ബ്രസീലിന്റെ ജിംനാസ്റ്റിക് താരമാണ് ആര്? റബേക്ക ആൻഡ്രേഡ്. അതുപോലെ തന്നെ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ലാമിൻ യമാൽ. ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം സ്പെയിനാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം. അദ്ദേഹം കളിക്കുന്നത് ഫുട്ബോൾ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ താരമാണ്. അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ക്ലബ്ബാണ് ബാഴ്സലോണയാണ്. ഒരു 17 വയസ്സ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ബ്രേക്ക് ത്രൂ ഓഫ് ദി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ലാമിൻ യമാൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ലൊരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതുപോലെ തന്നെ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ വിത്ത് ഡിസേബിലിറ്റി പുരസ്കാരം നേടിയത് യുവാൻ ജിയാങ്. ആരാണ്? യുവാൻ ജിയാങ് ആണ്. അതുപോലെ സ്പോർട്സ് ഫോർ ഗുഡ് അവാർഡ് നേടിയ വ്യക്തിയാണ്. ഗുഡ് ഫോർ അവാർഡ് ലഭിച്ചതായിരിക്കും ഇതിനാണ് കിക്ക് ഫോർ ലൈഫിനാണ്. ഏതാണ്? കിക്ക് ഫോർ ലൈഫിനാണ്. സ്പോർട്സ് ഐക്കൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് റാഫേൽ നദാലാണ്. ആരാണ്? റാഫേൽ നദാലാണ്. ആരാണ് റാഫേൽ നദാൽ? നമുക്കറിയാം ടെന്നീസ് താരമാണ് അല്ലെ. ടെന്നീസ് താരം. അദ്ദേഹം അറിയപ്പെടുന്നത് കളിമൺ കോർട്ടിലെ രാജകുമാരൻ അല്ലെ. ക്ലേ കോർട്ടിലെ രാജകുമാരൻ. അതായത് ഈ കളിമൺ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് ഏതെന്ന് വെച്ചാൽ അത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പണിൽ കൂടുതൽ വിജയങ്ങൾ നേടിക്കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് പറയുന്നത്, കളിമൺ കോർട്ടിലെ രാജകുമാരൻ എന്ന് ആരെ വിശേഷിപ്പിച്ചിരുന്നത്? റാഫേൽ നദാലിനെ വിശേഷിപ്പിച്ചിരുന്നത്. അടുത്ത നമുക്ക് ഇതിലുമായിട്ട് ബന്ധപ്പെട്ട ഈ പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട മുൻ വിജയികൾ ഇതിന് മുന്നത്തെ വർഷങ്ങളിൽ കിട്ടിയായിരിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യമാണ് ഈ പുരസ്കാരം ആദ്യമായി പ്രഖ്യാപിച്ചത് 2000 മൊണോക്കോയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ കാറ്റഗറി എടുക്കാം. അത് നമുക്ക് ലോറൻസ് വീഡ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ, സ്പോർട്സ് പേഴ്സണോ അല്ലെങ്കിൽ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് 2000 ടൈഗർ വുഡ്സ് ആണ്. ആരാണ്? ടൈഗർ വുഡ്സ്. ആരാണ്
ടൈഗർ വുഡ്സ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രൊഫഷണൽ ഗോൾഫ് താരമാണ്. അതായത് ഗോൾഫ് താരമാണ്. ഏതാ രാജ്യം? അമേരിക്കയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനിയുള്ള എക്സാമിന്. ഓക്കെ. അതുപോലെ 2024 കഴിഞ്ഞ പ്രാവശ്യം ഈ പുരസ്കാരം കിട്ടിയത് നൊവാക് ജോക്കോവിച്ചിന്. ആരാണ്? നൊവാക് ജോക്കോവിച്ച് അല്ല, നമുക്കറിയാം ടെന്നീസ് താരമാണ്. സെർബിയാണ് രാജ്യം. ഏതാണ്? ടെന്നീസ് താരം അല്ലേ. അതുപോലെ 2023 കിട്ടിയത് ലയണൽ മെസ്സിക്കാണ്. ആർക്കാണ്? ലയണൽ മെസ്സിക്കാണ് അല്ലെ. ലയണൽ മെസ്സിക്കാണ്. 2022 കിട്ടിയായിരിക്കാണ് മാർക്സ് വെസ്റ്റെപ്പൻ. ആരാണ് മാർക്സ് വെസ്റ്റെപ്പൻ എന്ന് പറഞ്ഞാൽ? മാർക്ക് വെസ്റ്റെപ്പൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫോർമുല 1 ആണ് അല്ലേ. നെതർലാൻഡിൻ്റെ താരമാണ്. ഫോർമുല 1 ആണ് അദ്ദേഹം ത്തിൻ്റെ ഇനം എന്ന് പറഞ്ഞാൽ അല്ലേ. അത് 2021 കിട്ടിയതായിരിക്കായിരുന്നു റാഫേൽ നദാലിനായിരുന്നു. ആയിരിക്കായിരുന്നു? റാഫേൽ നദാലിനായിരുന്നു. അതുപോലെ തന്നെ ലോറൻസ് വേർഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. ലോറസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വ്യക്തികളാണ് പറയാൻ പോകുന്നത്. ആദ്യ വിജയി ആരായിരുന്നു? 2000 ലഭിച്ചതായിരിക്കായിരുന്നു മരിയോൺ ജോൺസ്. ആരാണ്? മരിയോൺ ജോൺസ് ആണ്. അതിനുശേഷം 2024 കഴിഞ്ഞ വർഷം ഈ പുരസ്കാരം കിട്ടിയത് ഐറ്റാന ബോൺമാറ്റിയാണ്. അതായത് ബാഴ്സലോണേൻ്റെ ഫുട്ബോൾ താരമായിട്ടുള്ള ഐറ്റാന ബോൺമാറ്റിയാണ്. അതിന് 2023 ഷെല്ലി ആൻ ഫ്രേസർ ആണ്. അതുപോലെ തന്നെ 2022 എലൈൻ തോംസൺ ആണ്. രണ്ടുപേരും അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഓട്ടക്കാരാണ് അല്ലേ. അതുപോലെ 2021 നവോമി ഒസാക്ക. ആരാണ് നവോമി ഒസാക്ക? ടെന്നീസ് താരമാണ് അല്ലേ. നവോമി ഒസാക്ക ജപ്പാന്റെ ടെന്നീസ് താരമാണ്. ആരെന്ന് പറഞ്ഞാൽ നവോമി ഒസാക്ക. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ലോറൻസ് വേൾഡ് ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ആദ്യമായിട്ട് 2000 കിട്ടിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബിനാണ്. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിനാണ്. 2024 സ്പെയിനിൻ്റെ വനിതാ ഫുട്ബോൾ ടീമിനാണ് കിട്ടിയത്. 2023 അർജന്റീനയുടെ പുരുഷ ഫുട്ബോൾ ടീമിനാണ് കിട്ടിയത്. 2022 ഇറ്റാലിയൻ ദേശീയ ഫുട്ബോൾ ടീമിനാണ്. 2021 ബയൺ മ്യൂണിക് എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബിനാണ്. പൊതുവേ ഈ ലോറൻസ് വേൾഡ് സ്പോർട്സ് ഏകദേശം എല്ലാം കിട്ടിയതാണ് ഫുട്ബോൾ ടീമുകളൊക്കെയാണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. എന്താണ്? ആദ്യ വിജയി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പഠിക്കുക. വരുന്ന എക്സാമുകൾക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? ചാനലൊന്നും എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതുപോലെ ഇതിൻ്റെ നോട്ട്സിനും അതുപോലെ ഡെയിലി ലൈവ് ക്ലാസ്സിനൊക്കെ ആയിട്ട് രാത്രി 8 മണിക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട്. അതിനേക്കായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യുക? വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? നെക്സ്റ്റ് ടൈം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.